COVID-19 ലോകം മുഴുവൻ നെടുക്കിയ ഒരു വൈറസ് ആയിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം വീണ്ടും ചൈനയിൽ ഒരു വൈറസ് വ്യാപകമായി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. HMPV എന്ന ശ്വാസകോശ സംബന്ധമായ വൈറസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചൈനയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. WHO പ്രകാരം നവംബർ-ഡിസംബർ മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് വ്യാപകമായി പടർന്നത്. അതെ, പറയപ്പെടുന്നത് തണുപ്പ് തുടങ്ങിയതോടെയാണ് ചൈനയിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ വൈറസ് പടർന്ന് പന്തലിച്ചു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ പറയുന്നത് ചൈനയിൽ ഹോസ്പിറ്റലൊക്കെ നിറഞ്ഞൊഴുകുക എന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെ ഒഫീഷ്യലായി ചൈന ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം, ഫ്ലൂ, അതുപോലെ തന്നെ സാധാരണ ജലദോഷം, ഫ്ലൂ ഒക്കെയാണുള്ളത്. അത് സിവിയർ ആയി കഴിഞ്ഞാൽ നിമോണിയ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലത്തെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വാക്സിൻ ഇന്നേവരെ ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് 2001 മുതൽ തന്നെ ഉള്ളൊരു വൈറസും കൂടിയാണ്, പുതിയതായിട്ട് വന്ന ഒരു വൈറസ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. മെയിൻലി ഇത് എഫക്ട് ചെയ്യുന്നത് കുട്ടികൾ, അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക്, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ശേഷി കുറവുള്ളവർക്ക് എന്നൊക്കെയാണ്. നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററും ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കണം, അതല്ലെങ്കിൽ എല്ലാവരും കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം, മാസ്ക് ഒക്കെ ധരിക്കണം പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് പറയുന്നത് പോലെ തന്നെ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. മെയിൻലി നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ കൈ കാലുകളൊക്കെ കൂടുതലായിട്ട് സോപ്പിട്ട് കഴുകുക, അതേപോലെ തന്നെ മാസ്ക് ധരിക്കുക പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ സമ്പർക്കമുള്ളവർ ഐസൊലേഷൻ ആവുക എന്നൊക്കെയാണ് ചെയ്യേണ്ടത്. ഏതായാലും ഈ മഹാമാരി നമ്മളെ നാട്ടിലേക്ക് വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.